വലിയ റാലിയാണ്. LDF പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ റാലിയോടെയാണ് ഈ അവസാന ദിവസങ്ങളിൽ സ്വരാജ് തന്റെ പ്രചരണം തീവ്രമാക്കുന്നത്. ദൃശ്യങ്ങളിൽ അത് കാണാം. ബൈക്ക് റാലിയാണ് നടക്കാൻ പോകുന്നത്. ബൈക്ക് റാലിയിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് എത്തുകയാണ്. യുവജന സംഘടനകൾ ഒന്നടങ്കം ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി എത്തുകയാണ്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ വലിയ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പങ്കാളിത്തമുണ്ട്. ഇടതുമുന്നണി മുഴുവൻ യുവജന പ്രവർത്തകരുടെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലിയാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇവിടെ ഇപ്പോൾ നടക്കും. എം സ്വരാജ് ആ റാലിയിൽ മുഴുവൻ സമയം പങ്കെടുക്കുന്നത്. അദ്ദേഹം ഇവിടെ വഴിക്കടവ് മുതൽ ഇടക്കര വരെയാകും ഈ റാലിയുടെ ഭാഗമാകുക. വലിയൊരു ആവേശത്തോടുകൂടി ഇടതുമുന്നണി പ്രവർത്തകർ ഒന്നടങ്കം, ഇടതുമുന്നണി യുവജന പ്രവർത്തകർ ഒന്നടങ്കം ഈ റാലിയിലേക്ക് എത്തുകയാണ്. നമ്മൾ ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെയും അതുപോലെ PV അൻവറിന് വേണ്ടി യൂസഫ് പത്താന്റെയും ഒക്കെ റോഡ് ഷോ കണ്ടതാണ്. ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള LDYF പ്രവർത്തകരുടെ റാലി, വാഹന റാലി ആരംഭിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം ആ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. വലിയ ആവേശത്തോടുകൂടിയാണ്. മഴ ഇപ്പോഴും ഇവിടെ പ്രശ്നങ്ങളാണ്. പക്ഷേ മഴയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, മഴയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നണി പ്രവർത്തകർ, മൂന്ന് മുന്നണികളുടെയും അൻവറിന്റെയും ഒക്കെ പ്രവർത്തകർ ആ രീതിയിലാണ് ഈ ഒരു പ്രചരണ രംഗത്ത് സജീവമാവുന്നത്. ഇപ്പോൾ എം സ്വരാജിന്റെ റാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ റാലി ഇവിടെ നിന്ന് വഴിക്കടവിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള റാലി, വാഹന റാലി ആരംഭിക്കും. എം സ്വരാജ് കുറച്ചുനേരം ഈ റാലിയുടെ ഭാഗമാവുകയും ചെയ്യും. അദ്ദേഹം ഇപ്പോൾ റാലിക്കായി വാഹനത്തിലേക്ക് കയറുകയാണ്. വലിയ ആവേശത്തോടുകൂടി ഇടതുമുന്നണി പ്രവർത്തകർ ഈ റാലി ഏറ്റെടുക്കുകയാണ്. പ്രചരണത്തിന്റെ ഓരോ ഘട്ടവും ഏറ്റെടുക്കുകയാണ്. ഓരോ പ്രവർത്തനവും മുഹമ്മദ് മുഹസിൻ MLA അടക്കമുള്ള MLA-മാരുണ്ട്. പീറ്റർ റഹീമിനെ പോലുള്ള നേതാക്കളും യുവജന പ്രവർത്തകരും ഒക്കെ വലിയ ആവേശത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാകുന്നത്. എം സ്വരാജ് വലിയ ഭൂരിപക്ഷം ജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഇടതു കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമെന്നാണ് പൊതുവിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുമുന്നണി ജയിക്കുമെന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. UDF നിരായുധരാണ്. അവർക്ക് പറയാൻ വിഷയങ്ങളില്ല, അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ സർക്കാർ വിമർശനങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുമുന്നണി സ്ഥാനത്ത് ജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ എം സ്വരാജ് റാലിയുടെ ഭാഗമാവുകയാണ്. അദ്ദേഹം ഈ വാഹനത്തിൽ ഡിവൈഎഫ്ഐയുടെ അധ്യക്ഷയൊക്കെ ഉൾപ്പെടെ അദ്ദേഹം ഈ വാഹനത്തിലേക്ക് കയറിയിരിക്കുകയാണ്. യാത്ര തുടങ്ങുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി എം സ്വരാജിന്റെ വാഹന പ്രചരണ ജാഥ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കും ഒക്കെ പോകാനാകുമെന്ന് കരുതുന്നു. എം സ്വരാജ് വലിയൊരു റാലിയാണ് സ്ഥാനാർത്ഥി, വലിയൊരു റാലിയാണ് ഇടതു യുവജന പ്രവർത്തനം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതെ, മണ്ഡലത്തിലാകെ ആബാലവൃദ്ധം ജനങ്ങൾ വലിയ ആവേശഭരിതരായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിളക്കമാർജ്ജ വിജയം സമ്മാനിക്കുന്നതിനായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും യുവജനങ്ങളും ആ ആവേശം പതിന്മടങ്ങായി പ്രതിഫലിപ്പിക്കുന്ന ഒരു വിഭാഗമാണല്ലോ ചെറുപ്പക്കാർ. അപ്പൊ ചെറുപ്പക്കാരുടെ ആവേശം നമ്മുടെ സമൂഹത്തെ തന്നെ കൂടുതൽ ചെറുപ്പമാക്കി മാറ്റും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ യുവത്വത്തിന്റെ ഈ ആവേശത്തെയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. മഴയാണ്, കാലാവസ്ഥ പ്രതികൂലമാണ്, അതൊന്നും ഇതിനെ ബാധിക്കില്ലെന്നാണോ? ഈ കഴിഞ്ഞ 3 ദിവസമായി മണ്ഡലത്തിലുടനീളം മഴയായിരുന്നു. പക്ഷെ ആ മഴയിൽ തണുത്തുപോകാത്ത ആവേശവുമായി, ഏത് തോരാത്ത മഴ പെയ്താലും ഉള്ളിലെരിയുന്ന ആവേശത്തിന്റെ അഗ്നി കെടില്ലെന്ന പ്രഖ്യാപനവുമായാണ് ജനങ്ങൾ ഒഴുകിയെത്തിയിട്ടുള്ളത്. ഇവിടെയും അതാണ് കാണാനാവുന്നത്. ഡിവൈഎഫ്ഐയും SFIയും ഒക്കെയാണ് സ്വരാജിനെ ഈ രംഗത്തേക്കൊക്കെ കൊണ്ടുവന്നത്. അവരുടെ പുതിയ യുവാക്കളുടെ ആവേശം അത് എത്രത്തോളം ഉണ്ട്? അതായത് പുതിയ യുവാക്കൾ പുതിയ കാലം സൃഷ്ടിക്കുകയാണ്. നമ്മുടെ നാട് ഏറെ പ്രതീക്ഷയോടെയാണ് പുതിയ യൗവനത്തെ കാണുന്നത്. അവർ ആ പ്രതീക്ഷകളോട് നീതി പുലർത്തും വിധം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. വലിയ സന്തോഷം, ആവേശം, ആത്മവിശ്വാസം. പുതിയ കാലത്തിന്റെ യുവത്വത്തിന്റെ പ്രതീക്ഷയിലാണ് എം സ്വരാജ് ഇവിടെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. യുവത്വവും ആബാലവൃദ്ധ ജനങ്ങളും തനിക്ക് ഒപ്പം നിൽക്കും, തനിക്ക് പിന്തുണയുമായി എത്തുമെന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നത്. വഴിക്കടവിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള LDYF-ന്റെ ഇടത് യുവജന സംഘടനകളുടെ വാഹന റാലി ആരംഭിച്ചിരിക്കുന്നു. വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ ഇത് ഏറ്റെടുക്കുന്നു. 100 കണക്കിന് പ്രവർത്തകർ ഈ റാലിയിലുണ്ട്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ വസീഫുണ്ട് ഈ റാലിയുടെ മുൻനിരയിൽ. നയിക്കുകയാണ് ഈ യുവജന റാലി. തീർച്ചയായിട്ടും ഈ നാടാകെ ഒരു വിജയത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. സഖാവ് സ്വരാജിനെ ഈ നാട്ടിലെ സകല മനുഷ്യരും രാഷ്ട്രീയത്തിന് അതീതമായി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിന് സഖാവ് സ്വരാജിന്റെ വിജയം
ഉറപ്പിച്ചുകൊണ്ടുള്ള റാലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജുമുണ്ട് ഈ റാലിയുടെ ഭാഗമായി. സനോജും ഒക്കെ കുറെ ദിവസം ഇവിടെ പ്രവർത്തിക്കുന്നവരാണ്. എങ്ങനെയുണ്ട് സനോജ്, ഈ ഒരു ആവേശം കാണുമ്പോൾ? ജനങ്ങളാകെ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ കക്ഷിരാഷ്ട്രീയ അതീതമായി ഇവിടെ ഈ മണ്ഡലത്തിൽ ജനങ്ങളുടെ ആവേശ പ്രകടനമാണ് കാണുന്നത്. അപ്പോൾ യാതൊരുവിധ പ്രതികൂല കാലാവസ്ഥയും ഇതിന് ബാധകമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടുത്ത മഴയത്തും വെയിലിനെയും എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ടാണ് ആളുകളുടെ ഈ ആവേശം തള്ളിച്ച കാണുന്നത്. ഫീൽഡിൽ ഈ ആവേശമുണ്ടോ ജെ.കെ.? നിങ്ങൾക്ക് ഉടനീളം സഞ്ചരിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയും. രാഷ്ട്രീയത്തിന് അതീതമായി ആയിരക്കണക്കിന് ആളുകളുടെ നിറഞ്ഞ ആവേശം, സഖാവ് സ്വരാജിനെ സ്വീകരിക്കാനുള്ള മനസ്സ് എല്ലാം കാണാൻ വേണ്ടി കഴിയും. ഡിവൈഎഫ്ഐ നേതാക്കളുടെ, CPI നേതാക്കളുടെ ഒരു ആത്മവിശ്വാസം, അവരുടെ ഒരു പ്രതീക്ഷ. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ A. റഹീം ഈ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് അദ്ദേഹവും ഈ യാത്രയിലൊപ്പം പങ്കെടുക്കുകയാണ്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? പല ഉപതെരഞ്ഞെടുപ്പിലും കണ്ടിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? വളരെ ആവേശമാണ്. ഇടതുപക്ഷത്തിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ജനങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. രാഷ്ട്രീയത്തിനതീതമായ സ്വീകാര്യത സഖാവ് എം സ്വരാജ് എന്ന ഡിവൈഎഫ്ഐയുടെ പഴയ നേതാവിന് ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ മണ്ഡലത്തിലെ വികസനം, ഈ മണ്ഡലത്തിലെ ക്ഷേമം, ഇത് രണ്ടും പ്രകടമാണ്. അത് നേരിട്ട് മനസ്സിലാക്കുന്നവർ, അത് അനുഭവിക്കുന്നവർ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തും. മറ്റൊന്ന്, മതനിരപേക്ഷതയുടെ വിജയമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജമാഅത്തെ ഇസ്ലാമിയെ അവരുടെ ഘടകകക്ഷിയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് UDF. അതിനെല്ലാമെതിരെ ശക്തമായി ജനങ്ങൾ പ്രതികരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. അതുതന്നെയാണ് ഈ യുവജന പ്രവർത്തകരുടെയും പ്രതീക്ഷ. പിന്നെ വലിയ ഒരു എണ്ണം യുവജനങ്ങളുടെ റാലിയുണ്ട്, ബൈക്ക് റാലിയുണ്ട്, കാറിൽ നിരവധി പ്രവർത്തകരുണ്ട്, MLA-മാരും നേതാക്കളും ഒക്കെ ഈ റാലിയുടെ ഭാഗമാവുകയാണ്. ഇടതുമുന്നണി അക്ഷരാർത്ഥത്തിൽ ആവേശകരമായ റോഡ് ഷോയിലേക്ക് പോവുകയാണ്. ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെയും PV അൻവറിന് വേണ്ടിയുള്ള റാലിയും ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ മറ്റൊരു വാഹനത്തിൽ MLA-മാർ, ലിൻഡോ ജോസഫും M. വിജിനും അടക്കമുള്ള MLA-മാരുണ്ട്. അവരുമൊക്കെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ പ്രചരണ രംഗത്തുള്ളത്. എങ്ങനെയുണ്ട് ലിൻഡോ ഇവിടുത്തെ ഒരു പ്രചരണം, ഈ ആവേശം? ആവേശകരമായ പ്രതികരണമാണ് കാണുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വിവാദങ്ങൾക്കല്ല വികസനത്തിനാണ് വോട്ട് എന്ന് പറയുന്ന മനോഹരമായ കാഴ്ചയാണ് നിലമ്പൂർ പറയുന്നത്. വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ധാരാളം ആളുകളുണ്ട്. അവരെല്ലാം നിലമ്പൂർ തള്ളിക്കളയും. 23-ാം തീയതി വലിയ ഭൂരിപക്ഷത്തോടു കൂടി എം സ്വരാജ് വിജയിക്കുമെന്നുള്ള യുവതയുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് ഈ ആവേശം കാണുമ്പോൾ? എങ്ങനെയുണ്ട്? തീർച്ചയായും വളരെ ആവേശത്തിലാണ്. യുവജനങ്ങൾ തന്നെ ഇളകി മറിഞ്ഞ് നിൽക്കുകയാണ് നിലമ്പൂരിൽ. സഖാവ് എം സ്വരാജ് നിയമസഭയിൽ എത്തണമെന്ന് യുവാക്കളുൾപ്പെടെ നിലമ്പൂരിലെ ഈ രാഷ്ട്രീയ ഭേദമന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറി. എം സ്വരാജിന്റെ വിജയം അത് തീർച്ചയായും നിലമ്പൂർ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് 23-ാം തീയതി സംഭവിക്കാൻ പോകുന്നത്. ഇടതുമുന്നണിയുടെ പ്രചരണ രംഗത്ത് യുവ MLA-മാരുണ്ട്, യുവ നേതാക്കളുണ്ട്. ഇപ്പോൾ മാവേലിക്കര MLA അരുൺകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. അരുൺ, എങ്ങനെയുണ്ട് ഈ പ്രചരണം? നിലമ്പൂർ എം സ്വരാജ് എടുക്കാൻ പോവുകയാണ്. നിലമ്പൂരിലെ യുവജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി സ്വരാജിനെ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് നമുക്കിവിടെ കാണുന്നത്. നിലമ്പൂർ എം സ്വരാജിന്റേതാണ്. അങ്ങനെയാണോ അരുൺ? DVF നേതാവ് അരുൺകുമാർ കൂടി എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നിലമ്പൂര് ആവേശകരമായിട്ട് എം സ്വരാജിനോടൊപ്പം അണിചേരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാടാകെ സഖാവ് എം സ്വരാജിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് സഖാവ് സ്വരാജിന്റെ തീഷ്ണമായ സൗമ്യമായ ശബ്ദം കേരള നിയമസഭയിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങളുടെ വോട്ട് എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് ഈ നാടാകെ ഒത്തൊരുമിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് DYFI പ്രവർത്തകരുടെ, ഇടത് യുവജന പ്രവർത്തകരുടെ ഒരു ആത്മവിശ്വാസം. അവരുടെ റാലി മുന്നോട്ട് പോവുകയാണ്. നിരവധി യുവാക്കൾ ഇരുചക്ര വാഹനങ്ങളിൽ ഈ റാലിയെ അനുഗമിക്കുന്നു. എം സ്വരാജ് ഇടക്കര വരെയെങ്കിലും ഈ റാലിയുടെ ഭാഗമാകും. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതു ക്യാമ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക്, പരസ്യ പ്രവർത്തനത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുന്നത്. വലിയ വിഭാഗം പ്രവർത്തകർ DYFIയുടെയും AYFിന്റെയും മറ്റ് ഇടത് യുവജന സംഘടനകളുടെയും ഒക്കെ പ്രവർത്തകർ ഈ റാലിയുടെ ഭാഗമാകുന്നു. ഇന്നലെ നടന്ന മറ്റു റാലികൾക്ക് പകരമുള്ള ഇടതുമുന്നണിയുടെ റാലിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.